ഇപ്പൊ നല്ല ചൂടുള്ള സമയമല്ലേ, നല്ല ചൂടുള്ള വേനൽക്കാലത്തും അതുപോലെ തണുപ്പുള്ള വിന്ററിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ വേനൽക്കാലത്തും തണുപ്പ് കാലത്തും എന്തുകൊണ്ടാണ് ഡയറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഒരു വർഷം ഒരേ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്തത്? കാലാവസ്ഥ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭക്ഷണ രീതിയും മാറുന്നുണ്ട്. തണുപ്പ് കാലത്ത് ശരീരത്തിന് ചൂടും ഊർജവും നൽകുന്ന ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത്. അതിൽ ഇലക്കറികളും ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെയാണ് സീസണലായിട്ട് നമുക്ക് അപ്പോൾ കൂടുതൽ കിട്ടുന്നത്. എന്നാൽ ചൂടുകാലത്തോ ശരീരത്തിന് ജലാംശം നിലനിർത്തുന്ന ഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത്. അതിനാൽ ആ സമയത്ത് നമുക്ക് കുമ്പളങ്ങ, വെള്ളരിക്ക, തണ്ണിമത്തൻ, മാങ്ങ പോലുള്ള ഭക്ഷണങ്ങളാണ് സീസണലായിട്ട് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഡയറ്റ് ആയാലും ഹെൽത്തി ഡയറ്റ് ആയാലും സീസൺ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ നമുക്ക് വേനൽക്കാലത്തും തണുപ്പ് കാലത്തും എങ്ങനെ ഡയറ്റ് പ്ലാൻ മാറ്റാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം, വെയിറ്റ് ലോസിന് ഏറ്റവും നല്ല സീസണൽ സ്ട്രാറ്റജി എന്താന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. ഈ ചൂടുകാലത്ത് ഈസി ആയിട്ട് ക്ഷീണിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ഈ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഹോംലി മീൽസ് ആണ് പരിചയപ്പെടുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് വേനൽക്കാലത്ത് കൂടുതൽ സുഖമായിട്ട് ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഡൈജഷൻ ഒക്കെ എളുപ്പം ഉണ്ടാവുന്ന ഭക്ഷണങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പൊ രാവിലത്തെ കാര്യം നോക്കാം കേട്ടോ. ഏർലി മോർണിംഗിൽ ഒരു ഗ്ലാസ് പെരുംജീരകത്തിന്റെ വെള്ളം കുടിക്കുക. തലേന്ന് 1 ടീസ്പൂൺ പെരുംജീരകം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് രാവിലെ അരിച്ചെടുത്ത് നിങ്ങൾക്കത് കുടിക്കാൻ പറ്റും. ഈ പെരുംജീരകത്തിന്റെ വെള്ളം എന്നുള്ളത് നല്ല ഡീറ്റോക്സ് വാട്ടർ ആണ്. ഇത് ഡൈജഷന് നല്ലതാണ്. നമ്മുടെ ബ്ലോട്ടിങ്, നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും അത് മാറ്റും. ഹോർമോൺ ബാലൻസിനും വെയിറ്റ് ലോസിനും അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ഒരു കാര്യം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മാംഗോ സ്മൂത്തി. ഒരു 300 ml കഴിക്കാം കേട്ടോ. സീസണൽ ഫ്രൂട്ട് ആണ് അല്ലേ, സമ്മറിൽ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് മാംഗോ. ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാംഗോ സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാം. 1/2 കപ്പ് റോൾഡ് ഓട്സ് എടുക്കുക. ഓട്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ റോൾഡ് ഓട്സ് മാത്രം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. 1/2 കപ്പ് സ്കിംഡ് മിൽക്ക് നമ്മൾ ഓവർനൈറ്റ് ആ ഓട്സ് അതിൽ സോക്ക് ചെയ്ത് വെക്കണം. അത് രാവിലെ നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം. 1/2 കപ്പ് മാംഗോ അതിലേക്ക് ഇടുക. 1/2 കപ്പ് പാലൊഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ ചിയ സീഡ്സ് കൂടി ചേർത്ത് കൊടുത്തോളും. അത് നേരത്തെ കുതിർത്തതാവണം കേട്ടോ. ഇത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സൂപ്പർ റെസിപ്പി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷുഗർ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. ഇത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് ടേസ്റ്റും ആയി, എന്നാൽ വെയിറ്റ് ലോസിന് നമ്മെ ഇത് ഒരുപാട് സഹായിക്കുകയും ചെയ്യും, ഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി മിഡ് മോർണിംഗിൽ നമുക്ക് എന്ത് കഴിക്കാൻ നോക്കാം. മിഡ് മോർണിംഗിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് നല്ല ജലാംശമുള്ള ഫ്രൂട്ട്സ് ആണ്. നമുക്കിപ്പോ കോമൺ ആയിട്ട് കിട്ടുന്നത് അല്ലെ, തണ്ണിമത്തന്, അതൊരു 100 ഗ്രാം കഴിക്കാം. അത് നമ്മുടെ ഹൈഡ്രേഷന് സഹായിക്കും. ഇനി നമുക്ക് ലഞ്ച് എന്ത് കഴിക്കണം എന്ന് നോക്കാം. പലരും ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു 100 ഗ്രാം റൈസ് കഴിച്ചോളൂ. ഇനി ചോറ് ഒഴിവാക്കണം എന്നുള്ളവർക്ക് അവിടെ 2 ചപ്പാത്തി കഴിയെടുക്കാം. അതിൽ നമ്മൾ കറിയായിട്ട് കൂട്ടുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പ് കറിയും അളവ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു 150 ml പരിപ്പ് കറി എടുക്കാം. ഈ പരിപ്പ് കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ വെയിറ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പരിപ്പ് കറി. കാരണം എന്താ, അത് നല്ല പ്രോട്ടീൻ ആണ്. അത് നമുക്ക് എപ്പോഴും നമ്മുടെ വയറ് ഫുള്ളായിട്ടിരിക്കാൻ സഹായിക്കും. ഇത് ഏറ്റവും നല്ല പ്ലാന്റ് പ്രോട്ടീൻ ആട്ടോ. ഇത് നമ്മുടെ വയറ് പെട്ടെന്ന് നിറയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവർ ഈറ്റിംഗ് കുറയും. അതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അത് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് ദഹനത്തെ സ്ലോ ആക്കുന്നുണ്ട്. ഇത് ക്രേവിങ്സ് കുറയ്ക്കാനും വളരെ നല്ലതാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ, അതായത് എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലോ ഫാറ്റ് ആയിരിക്കും, ലോ കാലറി ഫുഡാണ്, അതുപോലെ ഫില്ലിംഗ് ഫുഡും ആണ്. ഇത് നമ്മൾ റൈസ് മാത്രമാണ്, ചോറ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കൂല്ലേ. പക്ഷെ ഈ പരിപ്പ് കറി കൂടി ചേർത്ത് കഴിച്ചാൽ അത് നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റേബിൾ ആക്കും, നമ്മുടെ ഫാറ്റ് സ്റ്റോറേജ് കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ എങ്ങനെ ഈ പരിപ്പ് കറി ഉണ്ടാക്കാന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 1/2 കപ്പ് പരിപ്പ് എടുക്കുക. ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കുക.
ഇനി ഒരു കുക്കറിൽ എടുത്തിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. 2 കറുവപ്പട്ടയുടെ ഇല, പച്ചമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ഒണിയന് ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പം മസാലയൊക്കെ റെഡി ആയില്ലേ? ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 2.5 കപ്പ് മതിയാവും. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നിങ്ങൾക്ക് കുക്കറിൽ അടച്ചു വയ്ക്കാം. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് താളിച്ചെടുക്കണം. കുറച്ച് നെയ്യിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടത് നമുക്ക് താളിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കറി ആയിരിക്കും. പലരും പരിപ്പ് കറി അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറില്ല അല്ലെ? അപ്പൊ ഇന്ന് തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ. അത് നമ്മുടെ ലോ കാലറി കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഉണ്ട്, ഒരു 100 ഗ്രാം റൈസ് ഉണ്ട്, 150 ml പരിപ്പ് കറി ഉണ്ട്. ഇതിന്റെ കൂടെ ഇതിപ്പോൾ റൈസിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പരിപ്പ് കറിയിൽ പ്രോട്ടീൻ ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് സാലഡും കൂടി കഴിക്കണം. ഒരു 100 ഗ്രാം സാലഡ് എടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് സാലഡ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. വലിയുള്ളി, തക്കാളി, കക്കരി, ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചെറുനാരങ്ങ നീരും ഉപ്പും കുരുമുളകും ചേർത്ത ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സാലഡായി, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈബറുമായി. അപ്പൊ നമ്മുടെ ലഞ്ച് ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ലഞ്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളാണ് നമ്മൾ പറഞ്ഞു തന്നത്. ലഞ്ച് കഴിഞ്ഞു. ഇനി ഈവനിങ് സ്നാക്സ് കഴിക്കണമെങ്കിൽ, നമുക്കൊരു ക്രിസ്പിനെസ് ഒക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റോസ്റ്റഡ് മക്കാന ഉപയോഗിക്കാം. റോസ്റ്റഡ് മക്കാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്പിനെസ് കഴിക്കണം എന്നുള്ള ഒരു ക്രഞ്ചി ഫീലിംഗ് ഒക്കെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും. എന്നാൽ ലോ കാലറി ഫുഡും ആണ്. ഇത് വെയിറ്റ് ലോസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻ ആണ് മക്കാന എന്നുള്ളത്. ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഇനി അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മക്കാന തിരഞ്ഞെടുക്കാം. ഇത് നമ്മുടെ ക്രേവിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ഡിന്നർ നോക്കാം കേട്ടോ. ഡിന്നർ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7 മണിയുടെയും 8 മണിയുടെയും ഉള്ളിൽ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവണം. ഡിന്നറിന് നമ്മൾ ഗോതമ്പ് റൊട്ടിയാണ്, അല്ലെങ്കിൽ ചപ്പാത്തി, 2 ചപ്പാത്തി എടുക്കാം, അല്ലെങ്കിൽ 2 ഗോതമ്പ് പത്തിരി എടുക്കാം. എഗ് ബുർജിയാണ് നമ്മൾ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് കഴിക്കുന്നത്. 50 ഗ്രാം എഗ് ബുർജി എടുക്കുക. എഗ് ബുർജി എന്ന് പറഞ്ഞാൽ മുട്ട ചിക്കിപ്പരത്തി എന്നൊക്കെ പറയൂലേ, അത് ഒരു 50 ഗ്രാം എടുക്കുക. അടുത്തത് അതിലേക്കുള്ള കറിയായിട്ട് നമ്മൾ എടുക്കുന്നത് ചിരങ്ങ. പല സ്ഥലങ്ങളിൽ പല പേരാ പറയാ, ചിരങ്ങാന്നോ ചുരക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സബ്ജിയാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു പച്ചക്കറിയാണ് ഈ ചുരക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിരങ്ങ എന്ന് പറയുന്നത്. അത് ലൈറ്റ് ആണ്, അത് കൂളിംഗ് എഫക്റ്റും ഉണ്ടാക്കും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, പച്ചമുളക്, വെളുത്തുള്ളി, വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിരങ്ങ നേരത്തെ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ ചേർക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കറിയാണ്. അത് ചപ്പാത്തിയുടെ കൂടിയും റൈസിന്റെ കൂടിയും ഒക്കെ വേണമെങ്കിൽ കഴിക്കാം. ഇന്ന് നമ്മളത് ഗോതമ്പ് പത്തിരിയുടെ കൂടിയാണ് കഴിക്കുന്നത്. ഡിന്നർ ലൈറ്റ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് രാത്രി ഇനി ഉറങ്ങാനാണ് പോകുന്നത്. അധികം എനർജിയുടെ ഒന്നും ആവശ്യമില്ല. ഡൈജഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നമ്മുടെ ഫാറ്റ് സ്റ്റോറേജ് കുറയ്ക്കും. അത് നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെയിറ്റ് ലോസ് ടിപ്സുകൾ പറയാം. വെള്ളം മാക്സിമം കുടിക്കണം. അതായത് ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിച്ചിട്ടുണ്ടാവണം. അതും ദാഹിക്കാനൊന്നും നിൽക്കരുത്. അല്ലാതെ ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു 200-300 ml വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം. അതിൽ നിങ്ങൾക്ക് കോക്കനട്ട് വാട്ടർ, കരിക്കും വെള്ളമൊക്കെ ഉപയോഗിക്കാം. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർക്കുമ്പോൾ വെള്ളം മാത്രമല്ല പോകുന്നത്, നമ്മുടെ സോഡിയം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് കൂടി പോകുന്നുണ്ട്. അപ്പൊ അതിനുകൂടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കരിക്കും വെള്ളം പോലെയുള്ള, അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രൈഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കണം. ഓയിലി ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക. ഷുഗർ ഡ്രിങ്ക്സും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. കൂടുതൽ വാട്ടറി ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക.
പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ഒക്കെ ആയാലും കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും തിരഞ്ഞെടുക്കുക. ഭക്ഷണങ്ങളൊക്കെ ചെറിയ പോർഷൻസ് ആയിട്ട് പലതവണ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഉച്ചയ്ക്കുള്ള ശേഷം എന്നുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള സമയം അല്ലേ, അപ്പോൾ മാക്സിമം ഹെവി ഭക്ഷണം ഒഴിവാക്കുകയും വേണം. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ ഈ കടുത്ത വേനൽ പോലും നമുക്ക് വെയിറ്റ് ലോസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ വേനൽക്കാലത്ത് ക്ഷീണമൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർഫിറ്റിൽ ജോയിൻ ചെയ്യാം. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ. അവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും, വർക്കൗട്ട് പ്ലാൻ ഉണ്ടാവും. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ഒരു ഡോക്ടർ ഉണ്ടാവും. ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം നമ്മുടെ കമൻറ്റിൽ പറയുക. കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക്